ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡ് ഇൻ ലൈറ്റ് അഥവാ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന പാഠഭാഗത്തിലെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നിയമങ്ങളുടെ ഉറവിടം എന്ന പേജ് നമ്പർ 45 മുതലാണ് നോക്കാനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമസംഹിതയാണ് അല്ലേ. ഒരാൾ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾക്ക് നിയമം വഴി നേടാനാകുന്നത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, ഭരണഘടനയിലാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. അഥവാ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണോ പറയുന്നത് അതിനതീതമായിട്ട് മാത്രമേ എന്തും നിയമനിർമ്മാണം നടത്താൻ സാധ്യമാവുകയുള്ളൂ എന്നർത്ഥം. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. ഇനി നമുക്ക് തരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി കിട്ടുന്ന നിയമങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, വന്യജീവി സംരക്ഷണ നിയമം, അതുപോലെ ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇത്തരത്തിൽ ഒരുപാട് നിയമങ്ങളാണ് നമുക്ക് ഭരണഘടന അനുവദിക്കുന്നത്. മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ്. കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ബാലവേല നിരോധന നിയമം. മറ്റൊന്നെന്ന് പറയുന്നത് ബാലനീതിയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നതും. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്തൊക്കെയാണ്? ബാലനീതി, വിദ്യാഭ്യാസ അവകാശ നിയമം, ഇത് രണ്ടുമാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി കുട്ടികളുടെ അവകാശങ്ങൾക്ക് നമ്മുടെ രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ചർച്ച ചെയ്യൂ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഒരുപാട് കുറ്റകൃത്യങ്ങളാണ് കുട്ടികൾക്ക് എതിരെയായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം അതിനെതിരെയുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ കൂട്ടുകാർ ഇതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ചയാണ് സംഘടിപ്പിക്കേണ്ടത്. ഇനി കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് ബോക്സോ ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് ബോക്സോ ആക്ട്. അപ്പോൾ എന്താണ് ബോക്സോ ആക്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ്? ലിംഗഭേദമില്ലാതെ ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് ബോക്സോ ആക്ട് എന്ന് പറയുന്നത്. 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. അതിന് താഴെയുള്ള കുട്ടികളെ ഏത് തരത്തിലുള്ള അവർക്കെതിരെ എന്ത് പ്രവർത്തനം ഉണ്ടായാലും അതിനെതിരെ ബോക്സോ ആക്ട് എടുക്കാനുള്ള നിയമം ഉണ്ട്. പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയാണ്. ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ ചാനലിൽ ചർച്ചകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ബോക്സോ നിയമം എന്ന് പറയുന്നത്. ഇനി ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. അപ്പോൾ കുട്ടികളായ നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളുമായിട്ടും അധ്യാപകരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം. അതിനെതിരെ നിങ്ങൾ അരുത് എന്ന് പറയാനും അതിനെതിരെ നിയമം രീതിയിൽ പോരാടാനും നമുക്ക് എല്ലാവർക്കും ആ ഒരു ഊർജം ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടെന്നും മനസ്സിലാക്കുക. ഇനി ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരമാണ്. സ്പെഷ്യൽ ജുവൈനൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. ബോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്തരം പോലീസ് ഓഫീസേഴ്സിനെ പറയുന്ന പേര് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. ഇനി കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ബോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അഥവാ ബോക്സോ മോണിറ്ററിംഗ് സെല്ല് അടക്കം നമുക്ക് അവൈലബിൾ ആണ്.
ഇനി പോക്സോ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കോ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ചയും ബോധവൽക്കരണവും നിങ്ങൾ നടത്തുക. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നിയമത്തിന്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിനു പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് എന്ന് നോക്കാം. എന്തൊക്കെയാണ്? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു, അത് ഒരു നിയമമാണ്. അതുപോലെ ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഓരോ ഗവൺമെന്റും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട്, അതെന്തൊക്കെയാണെന്നും അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. അഥവാ രാജ്യത്തിന്റെ മൂല്യങ്ങളെയും ആദർശങ്ങളെയും ഉയർത്തിപ്പിടിക്കണമെന്നും നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുകയും ചെയ്യുന്നത് ഭരണഘടനയാണ്. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. അഥവാ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് വെറൈറ്റി റിലീജിയനായിട്ടും മതമായിട്ടും അല്ലെങ്കിൽ കാസ്റ്റായിട്ടും എല്ലാം ഒരുപാട് വ്യത്യസ്തമാണ്. ഓരോ സ്ഥലത്തും ഓരോ കൾച്ചറാണ്, ഓരോ സംസ്കാരമാണ് അവർ പിന്തുടരുന്നത്. അപ്പം അതിനെല്ലാം സംരക്ഷണം നൽകുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. ഇനി സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ടും നമ്മുടെ ഭരണഘടന വർത്തിക്കുന്നുണ്ട്. ഇനി പ്ലക്കാർഡിൽ എഴുതാം. ഭരണഘടനാ ധർമ്മങ്ങൾ പ്രതിഫലിക്കുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി റിപ്പബ്ലിക് ദിന റാലിക്കുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഭരണഘടന പൗരാവകാശത്തിന്റെ കാവലാൾ. ഇനി എന്തു പറയാം? ഭരണഘടന നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. ചിത്രം പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നു. അതിലെ ഒന്നാമത്തെ ഭേദഗതി 1951 വന്നത്. പട്ടികകളുടെ എണ്ണം 9 മാറ്റി. അതിനുശേഷം 1976 ഭേദഗതി 42 വന്നു. അതെന്തായിരുന്നു? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഇനി 1992 73, 74 ഭേദഗതികൾ വന്നു. അത് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമമായിരുന്നു. ഇനി 1978 ഭേദഗതി 44 വന്നു. സ്വത്താവകാശം, മൗലികാവകാശം അല്ലാതായി മാറി. ഓക്കെ. ഇനി 2002 വന്നതാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായത്. ഇനി 2016 വന്നതാണ് ചരക്കു സേവന നികുതി, GST വന്നത് 2016. ഇനി ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് ഇവിടെ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ക്ലാസ്സിൽ ചർച്ച നടത്തിയതിനു ശേഷം അതിവിടെ എഴുതി കൊടുക്കുക. ഇനി 1976 ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതിയതായി കൂട്ടിച്ചേർത്തു? ഏതായിരുന്നു? 1976 ഇവിടെ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും 76 ഭേദഗതി 42. ഇനി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950. ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്ത്? ഏത് വർഷം മാറ്റം വരുത്തിയത് എന്നായിരുന്നു? 1951 ഭേദഗതി 1 പട്ടികയുടെ എണ്ണം 9 എന്നുള്ളത്. അതുപോലെ ഇതിലെ ഓരോ ചോദ്യത്തിനും ഉത്തരം അവിടുത്തെ ഉണ്ട്. രാജ്യത്ത് സ്വത്തവകാശം എത്ര കാലം മൗലികാവകാശമായി എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര കാലമായിരുന്നു മൗലികാവകാശമായിട്ട് നിലനിന്നിരുന്നത്? കാരണം 1950 മുതലായിരുന്നു മൗലികാവകാശമായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിനുശേഷം 1978 അതിർത്ത് മാറ്റിയത്. അപ്പോൾ കൂട്ടുകാരത് എത്ര വർഷമാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലികാവകാശമാണോ? ആണ്. എന്ന് മുതൽ? 2002 മുതലാണ്. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അഥവാ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഭരണഘടനയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. അതിനെ നമ്മൾ പറയുന്നത് ഭരണഘടനാ ഭേദഗതി എന്നാണ്. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇനി 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല. അടിസ്ഥാനപരമായിട്ട് ഒന്നിനും മാറ്റം വരുത്താൻ പാടില്ല. പക്ഷെ ഓരോ കാലങ്ങൾക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കും അനുസൃതമായിട്ട് ഓരോ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. അതിന് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുകയും ചെയ്യുന്നു. ഇനി അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൽ അധിപനായിരുന്ന
അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഇനി എന്താണ് മൗലികാവകാശം എന്ന് പറയുന്നുണ്ട്, അഥവാ വിദ്യാഭ്യാസം എങ്ങനെയാണ് മൗലികാവകാശമായി മാറിയത്? വിദ്യാഭ്യാസം മൗലികാവകാശമായി അവകാശപ്പെട്ടത് 2022 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുമുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്നാണ് ഇതിലൂടെ നമുക്ക് പറയുന്നത്. ഇനി ചെറുഭരണഘടന 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ചില ഭരണഘടനാ ഭേദഗതികൾ ഒരു ടൈം ലൈൻ ആയിട്ട് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം, അതുപോലെ സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെയാണ് ഇപ്പോഴും. മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല. ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമ്മൾക്ക് ഭരണഘടനയിൽ ഒന്നും കൂടെ ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒന്നും കൂടെ ഊർജിതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. മുകളിൽ നൽകിയ വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത്? കാരണം എന്താ മനസ്സിലായത്? ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ വെറും പേപ്പറുകളിൽ മാത്രമായിട്ട് ഒതുങ്ങി മാറുകയാണ്. അത് ഭരണഘടനാപരമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും കൂടുന്നത്. നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധതരം വെല്ലുവിളികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാകാം അതിൻ്റെ കാരണങ്ങൾ? 1. ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, പിന്നെ ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ, അതുപോലെ തന്നെ വേറെന്തൊക്കെയാണ്? ജനങ്ങൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ലായ്കയും, പിന്നെ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രശ്നങ്ങളും. ഇനി വ്യത്യസ്ത താല്പര്യങ്ങളുടെ സമൂഹമാണ് നമ്മുടേത്, എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികവുമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരമായിട്ടുമാണ് സമീപിക്കേണ്ടത്. ഇനി വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷത, ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പാഠഭാഗം ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അതിലെ ഓരോ നിയമങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഭേദഗതികൾ എന്താണെന്ന് പറഞ്ഞു, ഇനിയും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് 4 ആണ്, നമ്മുടെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നുള്ളത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.